ശ്ലീഹായ ഏഴാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. നിക്കോദെമോസ് വീണ്ടും ജനനം. രാത്രിയുടെ ഏതോ ഇരുണ്ട യാമത്തിൽ യേശുവിനെ തേടി വരുന്ന ഇസ്രായേലിൻ്റെ ഒരു ഉപദേഷ്ടാവും സൽഹൈദീൻ സംഘവുമായ നിക്കോദെമോസിനെയാണ് നാം ഇന്ന് കണ്ടുമുട്ടുന്നത്. വീണ്ടും ജനിക്കണം എന്ന് കേട്ടപ്പോൾ പ്രായപൂർത്തിയായ ഒരാൾക്ക് എങ്ങനെ അതിന് കഴിയും എന്നും എന്നാൽ ജലത്തിലും ആത്മാവിലും ജനിക്കണമെന്നും അഗ്രഹമായ കാര്യങ്ങളൊക്കെയാണ് ആദ്യ ഭാഗങ്ങളിലുള്ളത്. യേശു വീണ്ടും പറയുന്നു, കാറ്റ് എവിടെ നിന്ന് വരുന്നു പോകുന്നു എന്നറിയുന്നില്ല. അതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരും. നാം അറിയാതെ നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ലോകത്തെയും നമ്മെയും നയിക്കുന്നത്. അത് തിരിച്ചറിയുന്നവരാണ് ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നവർ. ജലത്തിൽ ജീവൻ രൂപം കൊണ്ടതെന്നും ഉദരത്തിൽ ജലരൂപത്തിൽ മനുഷ്യജീവൻ രൂപം പ്രാപിക്കുന്നതെന്നും ജീവൻ്റെ ഉറവിലാണ് നമ്മുടെ ജീവൻ ലയിച്ച് ചേരേണ്ടതെന്നുമൊക്കെയുള്ള ദൈവശാസ്ത്രചിന്തയും ഇതിലടങ്ങിയിട്ടുണ്ട്. ആദ്യമൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും സൽഹൈദീൻ സംഘങ്ങളോട് പരസ്യമായി തർക്കിക്കുന്ന നിക്കോദെമോസിനെ വീണ്ടും നാം കണ്ടുമുട്ടുന്നു. ഒരുവൻ എന്താണ് പറയുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നും അറിയാതെ ഒരുവൻ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് എത്ര ധീരതയോടെയാണ് സൽഹൈദീൻ സംഘത്തോട് അവൻ തർക്കിക്കുന്നത്. അതേ നിക്കോദെമോസ് തന്നെയാണ് യേശുവിൻ്റെ മരണശേഷം എല്ലാ ശിഷ്യരും ഓടി ഒളിച്ചപ്പോൾ പകൽ വെളിച്ചത്തിൽ തന്നെ അവരെ സംസ്കരിക്കുവാൻ സഹകരിക്കുന്നത്. ഇതുപോലെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന ഒരു ഉത്തമ ശിഷ്യരാകാൻ ഇനി നാം എത്ര നാൾ കാത്തിരിക്കണം?